ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബാരാമുള്ളയിലാണ്. ഇത് നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു ട്രീ അല്ല, ഇത് വാൽനട്ടാണ്. നമുക്കെപ്പോഴും വാൽനട്ട് കിട്ടുന്നത് അത് പൊളിച്ച അതിൻ്റെ പരിപ്പാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ വാൽനട്ടിൻ്റെ സീസൺ കഴിഞ്ഞു. അല്ലെങ്കിൽ മരത്തിൽ നിന്നും വാൽനട്ട് ഒരെണ്ണം പറിച്ചെടുത്ത് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പെടുക്കുന്നതെന്ന് കാണിച്ചു തരാമായിരുന്നു. എനിവേ ഇവിടെ അതിൻ്റെ വാൽനട്ടിൻ്റെ പറിച്ചെടുത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, ഇതാണ് വാൽനട്ട് ഉണക്കാനിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറമേയുള്ള പച്ചത്തൊണ്ട് മാറ്റി ഉള്ളിലുള്ള കായ വെയിലത്തിട്ട് ഉണക്കാനിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇതിൽ നിന്നുള്ള പരിപ്പാണ് വാൽനട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത്. ഇത് നമുക്കങ്ങനെ എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എത്ര ബലം പിടിച്ചാലും അത് ബ്രേക്ക് ആവില്ല. ഇത് ബ്രേക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഇതിനെ ഇടിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എളുപ്പ വഴി മറ്റൊരു വാൽനട്ട് കൂടി എടുക്കുക. എന്നിട്ട് ഈ രണ്ട് വാൽനട്ടും കൂടി ചേർത്ത് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആവും. ഞാൻ എൻ്റെ ഇടത്തേക്ക് കൊണ്ട് പൊട്ടിക്കാണ്ട് പറ്റുന്നില്ല, വലത്തേക്കെടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ രണ്ട് വാൽനട്ട് ചേർത്ത് പിടിച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. കണ്ടോ, ഇതൊരെണ്ണം ബ്രേക്ക് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ നിന്ന് വാൽനട്ട് നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. ഇതാണ് പൊട്ടിച്ചതിന് ശേഷമുള്ള വാൽനട്ട്. വളരെ രുചികരമാണ്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ഗുണങ്ങൾ ഇതിനുണ്ട്. ഇതിനെ ഈ ബ്രെയിനിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് ഇതിനെ ബ്രെയിൻ ഫുഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.